Hi viewers, welcome back to Car Darwin. ഒരു 10-15 വർഷം മുമ്പ് നമ്മൾ ഒരു കാർ വാങ്ങാൻ പോവാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നോക്കുന്ന കാര്യങ്ങൾ കാറിന്റെ മൈലേജ്, അതിന്റെ വില, അതിന്റെ പവർ, അതിന്റെ കംഫർട്ട്, അതിന്റെ ലുക്ക് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കി വിലയിരുത്തിയായിരിക്കും നമ്മൾ ഒരു കാർ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരു കാർ വാങ്ങാൻ പോവാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാത്തിനെയും കൂടുതൽ നമ്മൾ ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയി നോക്കും. അത് കാർ സേഫ് ആണോ എന്നാണ്. അതായത് ഗ്ലോബൽ എൻകാപ്പ് ക്രാഷ് ടെസ്റ്റിൽ ഈ വണ്ടിക്ക് എത്ര റേറ്റിംഗ് കിട്ടി, 5 സ്റ്റാർ ഉണ്ടോ 3 സ്റ്റാർ ഉണ്ടോ, അത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയി നോക്കാം. അതേപോലെ തന്നെ കാറിൽ എന്തൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടോ, എത്ര എയർ ബാഗ് ഉണ്ട്, സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ടോ, അങ്ങനെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വണ്ടികളിലെ സേഫ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ഒരു കാരണക്കാരനായത് നമ്മുടെ ടാറ്റയാണ്. കാരണം പണ്ട് മുതൽ തന്നെ ഇന്ത്യയിൽ സേഫ് ആയിട്ടുള്ള കാറുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആരും അതൊന്നും വെച്ച് അഡ്വർടൈസ് ചെയ്തില്ലായിരുന്നു. എല്ലാവരും മൈലേജ്, കംഫോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു കൂടുതലും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ടാറ്റ വന്നിട്ട് അവരുടെ കാറ് കൂടുതൽ സേഫ് ആകുന്ന രീതിയിൽ അഡ്വർടൈസ് ചെയ്യാൻ തുടങ്ങി. ടാറ്റയുടെ നെക്സോണിനൊക്കെ 5 സ്റ്റാർ കിട്ടിയപ്പം അവർ ഇന്ത്യയിൽ ആദ്യത്തെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ കാറിനൊക്കെ പറഞ്ഞ് നല്ലപോലെ അഡ്വർടൈസ് ചെയ്തു. അങ്ങനെ ജനങ്ങളിലേക്ക് ഈ ഒരു സേഫ്റ്റി എന്നുള്ള കാര്യം നല്ലപോലെ തന്നെ ഇറങ്ങിച്ചെന്നു. ആളുകളെല്ലാവരും സേഫ്റ്റിനെ കുറിച്ച് അവെയർ ആകാൻ തുടങ്ങി. അങ്ങനെയാണ് ടാറ്റ ഈ ഒരു സേഫ്റ്റി എന്ന കാര്യം നമ്മൾ ഇന്ത്യക്കാർ തലയിലേക്ക് വെച്ച് വന്നത്. കാറുകളിൽ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന കാറുകളൊക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് ഗ്ലോബൽ എൻകാപ്പ് എന്ന് പറയുന്ന സംഘടനയാണ്. ഈ സംഘടന ഒരു ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലുള്ള സംഘടനയൊന്നുമല്ല. ഇത് സാധാരണ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ പോലത്തെ ഒരു സംഘടനയാണ്. അപ്പം ഇവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊരു തോന്നൽ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മുടെ ടോക്കിംഗ് കാസ്റ്റ് ചാനലിൽ വളരെ വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്ലോബൽ എൻകാപ്പിനെയും യൂറോ എൻകാപ്പിനെയും കൂടി കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ഗ്ലോബൽ എൻകാപ്പ് ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ യൂറോ എൻകാപ്പ് അങ്ങനെയല്ല. അത് യൂറോപ്യൻ യൂണിയന്റെ കീഴിൽ വരുന്നതാണ്. ഒരു ഗവൺമെന്റിന്റെ മേൽനോട്ടം അവിടെ ഉണ്ട്. അവർ ഓരോ ടെസ്റ്റുകളും ചെയ്യുന്നത് വളരെ സയന്റിഫിക് ആയാണ്. അതുപോലെ തന്നെ വളരെ ടഫായ ടെസ്റ്റുകളിലൂടെയാണ് കാറുകൾ അവിടെ പോകേണ്ടി വരുന്നത്. നമ്മുടെ ഗ്ലോബൽ എൻകാപ്പ് പോലെ അത്രയ്ക്ക് ഈസി അല്ല യൂറോ എൻകാപ്പ് പാസ്സാനായിട്ട്. അവിടെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇപ്പം നമ്മളൊരു ഹെൽമെറ്റ് വാങ്ങാൻ പോയി തന്നെ നമ്മൾ ISA മുതലേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡോട്ട് സർട്ടിഫിക്കേഷനും ICEക്കും അതേപോലെ തന്നെ സ്നെൽ എന്ന സർട്ടിഫിക്കേഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു യൂറോ എൻകാപ്പും. നമ്മുടെ ഗ്ലോബൽ എൻകാപ്പിനെക്കാളും ഒരുപാട് ഹാർഡാണ് ഈ ഒരു യൂറോ എൻകാപ്പ് പാസ്സാനായിട്ട്. അപ്പം നമ്മൾ യൂറോ എൻകാപ്പും ഗ്ലോബൽ എൻകാപ്പും കൂടെ കമ്പയർ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഈ ക്രാഷ് ടെസ്റ്റ് ഒക്കെ പോപ്പുലർ ആയതിനു മുമ്പ് ആളുകൾ വിചാരിച്ചിരുന്നത് പഴയ വണ്ടികളാണ് സേഫ്, പുതിയ വണ്ടികൾക്ക് സേഫ്റ്റി കുറവാണ് എന്നാണ്. കാരണം പഴയ വണ്ടികൾക്ക് നല്ലപോലെ തന്നെ വെയിറ്റ് ഉണ്ട്, ഫുൾ മെറ്റലാണ്, പ്ലാസ്റ്റിക് പാർട്സും ഫൈബർ പാർട്സൊക്കെ നല്ലപോലെ കുറവാണ്. പക്ഷെ നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് ഓൾഡ് കാർ വീസസ് ന്യൂ കാർ ക്രാഷസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും വണ്ടിയുടെ സേഫ്റ്റി ഇരിക്കുന്നത് വണ്ടിയുടെ വെയിറ്റിലോ വണ്ടിയുടെ മെറ്റീരിയലോ ഒന്നുമല്ല, അത് വണ്ടി എങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്നു എന്നതിലാണ്. അതായത് വണ്ടിയുടെ ക്രംബിൾ സോൺ, വണ്ടിയുടെ ആ ഒരു എഞ്ചിനീയറിംഗിലാണ് എല്ലാം ഇരിക്കുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ മനസ്സിലാകും. അതേപോലെ തന്നെ വലിയ വണ്ടിയൊക്കെ സേഫാണ്, ചെറിയ വണ്ടിക്ക് സേഫ്റ്റി കുറവാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. അത് മാറാൻ നമ്മൾ യൂട്യൂബിൽ കേട്ട് നമ്മുടെ മെഴ്സറസ് എസ് ക്ലാസിൻ്റെയും മെഴ്സസിൻ്റെ സ്മാർട്ടിൻ്റെയും ഒരു ക്രാഷ് ടെസ്റ്റ് ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സേഫ്റ്റി എന്നുള്ളത് വലിപ്പത്തിലോ വണ്ടിയുടെ മെറ്റീരിയലിലോ വണ്ടിയുടെ വെയിറ്റിലോ ഒന്നുമല്ല, അതിൻ്റെ ബിൽഡിലും അതിൻ്റെ എഞ്ചിനീയറിംഗിലുമാണ് സേഫ്റ്റി ഇരിക്കുന്നത്. നമുക്ക് അപ്പോൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഗ്ലോബൽ എൻകാപ്പിലെ കാറുകൾ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ആദ്യത്തേത് ഫ്രണ്ടൽ ഇമ്പാക്റ്റ് ആണ്. അത് കാറ് കൊണ്ട് നേരെ ഇടിപ്പിക്കുക. അത് ഫുള്ളായിട്ട് ഇടിപ്പിക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ ഓഫ് സൈഡായിട്ട് പകുതിയായിട്ട് ഇടിപ്പിക്കുന്നതുകൊണ്ട്. പിന്നെ സൈഡ് ഇമ്പാക്റ്റ് ആണ്. അതായത് വണ്ടിയുടെ സൈഡിലേക്ക് അവർ വേറൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിപ്പിക്കും. അപ്പം നമ്മുടെ കാറുണ്ടാകുന്ന ഇമ്പാക്റ്റ് നോക്കുന്നതാണ്. ആ വണ്ടി വന്നിരിക്കുന്നത് 50 km/h സ്പീഡിലായിരിക്കും. അതേപോലെ തന്നെ പോൾ സൈഡ് ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ പോൾ ടെസ്റ്റ് ആണ്. അതായത് വണ്ടി കൊണ്ടുപോയി ഒരു പോസ്റ്റിലോ അതേപോലെ തന്നെ നാരോ പാർട്ട് ഇടിക്കുകയാണെങ്കിൽ വണ്ടിക്ക് എന്തോരം ഇമ്പാക്റ്റ് ഉണ്ടാവും നോക്കുന്ന ഈ ഒരു സൈഡ് പോൾ ടെസ്റ്റ്. ഇത് ചെയ്യുന്നത് 29 km/h ആണ്. പിന്നുള്ളത് പെഡസ്ട്രിയനുള്ള ടെസ്റ്റുകളാണ്. അതായത് നമ്മുടെ കാറ് പോയി വേറെ ആരെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കുന്നതാണ്. അതിൽ ആദ്യത്തെ ഉള്ളത് ഹെഡ് ഇമ്പാക്റ്റ് ആണ്. വണ്ടി ഒരാൾ ഇടിക്കുകയാണെങ്കിൽ അയാളുടെ ഹെഡ് വന്ന് ബോണ്ടിൽ ഇടിക്കാൻ നേരത്ത് അയാൾക്ക് എന്തൊക്കെ കുഴപ്പം പറ്റും നോക്കും. അതേപോലെ തന്നെ നമ്മുടെ അപ്പർ ലെഗിൻ്റെയും ലോവർ ലെഗിൻ്റെയും ആ ഒരു പ്രശ്നം നോക്കും. അതിന് വേണ്ടിയാണ് നമ്മുടെ വണ്ടിയിൽ ബുൾ ബാറുകൾ വയ്ക്കലെന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പാർട്ട് ഫൈബറും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതായത് പെഡസ്ട്രിയനെ പോയി ഇടിക്കാൻ നേരത്ത് അവർക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളിൻ്റെ ആ ഒരു ക്ഷമത അവർ നോക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ സേഫ്റ്റി നോക്കുന്നുണ്ട്. ആ ഒരു കുട്ടികളുടെ സീറ്റ് ഉണ്ട്, ചൈൽഡ് റിസ്ട്രെയിൻസ് എന്നാണ് പറയുന്നത്. അത് കാറിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ അനക്കങ്ങളും അതും അവർ നോക്കുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല. നമ്മൾ ഗൂഗിളിൽ കയറി നോക്കുകയാണെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പറയുന്നുള്ളൂ. സോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗ്ലോബൽ എൻകാപ്പിൻ്റെ കാര്യങ്ങൾ. കുറച്ചാൾക്ക് മുമ്പ് നമ്മുടെ ടോക്കിംഗ് കാസ്റ്റ് ചാനലിൽ ഒരു വീഡിയോ വന്നായിരുന്നു. അതായത് ഈ ഒരു ഗ്ലോബൽ എൻകാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ എന്ന രീതിയിൽ ഒരു വീഡിയോ വന്നായിരുന്നു. അപ്പോൾ ആ ഒരു
വീഡിയോ കാണുമ്പോൾ നമുക്കും ഒരു സംശയം തോന്നും, അതായത് ഈ ഒരു ഗ്ലോബൽ Ncap ശരിക്കും ശരിയാണോ, നല്ല രീതിയിലാണോ അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ തേടി പോകും. അങ്ങനെയാണ് നമ്മൾ യൂറോ Ncapലേക്ക് എത്തുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും നിലവാരത്തിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ യൂറോ Ncap ആണ്. നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് അവർ 1996 മുതൽ തന്നെ ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. 2009 അവർ ഈ ഒരു മേഖലയിൽ നല്ലപോലെ തന്നെ അഴിച്ചുപണി നടത്തിയും പുതിയതായ സയൻറ്റിഫിക് മെത്തേഡുകളും ഒരുപാട് പുതിയ കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. അത് കഴിഞ്ഞുള്ള ഓരോ വർഷവും കാറുകളിൽ വരുന്ന ഓരോ മാറ്റത്തിനനുസരിച്ച് അവരവരുടെ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അവർ 4 ഘട്ടമായിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് അഡൽട്ട് ഒക്യുപ്പൻ്റ്, രണ്ടാമത്തേത് ചൈൽഡ് ഒക്യുപ്പൻ്റ്, മൂന്നാമത് വൾണറബിൾ റോഡ് യൂസേഴ്സ്, നാലാമത് സേഫ്റ്റി അസിസ്റ്റ്. ഇങ്ങനെ 4 ഘട്ടമായിട്ടാണ് ഇവർ ക്രാഷ് ടെസ്റ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഘട്ടം നോക്കാം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അഡൽട്ട് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് വണ്ടി ഓടിക്കുന്ന മുതിർന്നവർക്കോ അല്ലെങ്കിൽ വണ്ടിയിലിരിക്കുന്ന പാസഞ്ചേഴ്സിനോ അവർക്ക് വേണ്ടിയുള്ള സേഫ്റ്റി കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ആദ്യത്തേത് ഫ്രണ്ടൽ ഇമ്പാക്റ്റ് ആണ്. അതായത് വണ്ടിയുടെ മുമ്പിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ, വണ്ടി നേരെ കൊണ്ട് ഇടിപ്പിക്കുക, അതേപോലത്തെ കാര്യങ്ങൾ. ഇതിനെയും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വണ്ടി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ പോയി ഇടിച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കും. അതായത് നമ്മുടെ വണ്ടി ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടേ പോകുന്ന ഒരു വണ്ടിയുടെ പുറകെ കൊണ്ട് ഇടിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ആഘാതം നോക്കും. അതേപോലെ തന്നെ മൂവ് ചെയ്യാത്ത ഒരു ഒബ്ജക്റ്റിൽ ഇടിച്ചാൽ എന്ത് പറ്റും നോക്കും. ഇപ്പോൾ ഒരു ഭിത്തിയാകാം, മരമാകാം, അതുപോലെ സാധനങ്ങളൊന്നും വണ്ടി ഇടിച്ചാൽ മൂവ് ചെയ്യത്തില്ല. അപ്പോൾ അതിൽ പോയി ഇടിച്ചാലും വണ്ടിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കും. അങ്ങനെ 2 തരത്തിൽ ഇത് നോക്കുന്നുണ്ട്. അഡൽട്ട് ഒക്യുപ്പൻ്റിൽ രണ്ടാമത്തത് ലാറ്ററൽ ഇമ്പാക്റ്റ് ആണ്. അതായത് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന ആഘാതങ്ങളെയാണ് ഇതിൽ നോക്കുന്നത്. ഇതിൽ ആദ്യത്തേത് സൈഡ് മൊബൈൽ ബാരിയർ എന്ന് പറയുന്ന ടെസ്റ്റാണ്. അതായത് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ഇരിക്കുന്ന സൈഡിൽ കൊണ്ടുവന്ന് വേറൊരു വണ്ടി കൊണ്ട് ഇടിപ്പിച്ച് നോക്കും. 60 km/h ഇടിപ്പിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങൾ നോക്കും. രണ്ടാമത്തേത് സൈഡ് പോൾ ടെസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് വണ്ടി ചെറിയ തൂണിലോ പോസ്റ്റിലൊക്കെ പോയി ഇടിക്കാൻ നേരത്തുണ്ടാകുന്ന ആഘാതം നോക്കുന്നത്. 32 km/h നമ്മുടെ യൂറോ Ncapൽ സൈഡ് പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. ലാറ്ററൽ ഇമ്പാക്റ്റിൽ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഫാർ സൈഡ് ഇമ്പാക്റ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ ഒരു വണ്ടി കൊണ്ടൊന്ന് ഡ്രൈവർ സൈഡ് ഇടിപ്പിച്ച് നോക്കിയെന്ന് പറഞ്ഞായിരുന്നു. ഇതേപോലെ കോ പാസഞ്ചർ സൈഡിലും ഇടിപ്പിച്ച് നോക്കും. അപ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങളെ നോക്കുന്നതാണ് ഫാർ സൈഡ് ഇമ്പാക്റ്റ്. അപ്പം നമ്മുടെ അഡൽട്ട് ഒക്യുപ്പൻ്റിൽ നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഫ്രണ്ടൽ ഇമ്പാക്റ്റും പറഞ്ഞു, അതേപോലെ തന്നെ ലാറ്ററൽ ഇമ്പാക്റ്റും പറഞ്ഞു. അപ്പം മൂന്നാമതായി ഇനി മിച്ചമുള്ളത് റിയർ ഇമ്പാക്റ്റ് ആണ്. റിയറിൽ നിന്നുണ്ടാകുന്ന ഇമ്പാക്റ്റ്. ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് വിപ്പ് ഫ്ലാഷ് എന്ന് പറയുന്നത്. അതായത് ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയുടെ സീറ്റിലാണ്. നമ്മുടെ വണ്ടിയുടെ പുറകിൽ നിന്ന് വേറൊരു വണ്ടി ഒന്ന് ഇടിക്കുകയാണെങ്കിൽ നമ്മുടെ സീറ്റിന് നമ്മളെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, നമുക്കുണ്ടാകുന്ന ആഘാതം നമ്മുടെ വണ്ടിയുടെ സീറ്റ് എങ്ങനെയൊക്കെ കുറയ്ക്കുന്നു, സീറ്റ് ആ ഒരു സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതാണ് ഈ ഒരു വിപ്പ് ഫ്ലാഷിൽ നോക്കുന്നത്. ഇതാണ് റിയർ ഇമ്പാക്റ്റിൽ വരുന്നത്. അഡൽട്ട് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷനകത്ത് നാലാമതായിട്ടും ഏറ്റവും അവസാനമായിട്ടും വരുന്നത് റെസ്ക്യൂ ആൻഡ് എക്സ്ക്യൂഷൻ ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി നമ്മൾ വണ്ടിയുടെ അകത്ത് കുടുങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ റെസ്ക്യൂ ടീമിന് നമ്മുടെ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ പുറത്തെടുക്കാൻ പറ്റും, നമ്മുടെ വണ്ടി അങ്ങനെ പെട്ടെന്ന് പൊളിക്കാൻ പറ്റുന്ന രീതിയിലാണോ നിർമ്മിച്ചിരിക്കുന്നത് നോക്കുന്നതാണ് ഈ ഒരു ഭാഗം. അഡൽട്ട് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷൻ കഴിയുകയാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ചൈൽഡ് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷൻ ആണ്. ഇതിൽ മെയിൻലി പറയുന്നത് ചൈൽഡ് റിസ്ട്രെയിൻസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ യൂറോപ്പിലൊക്കെ കണ്ടൊരു പിള്ളേർക്ക് വേണ്ടി പ്രത്യേകം ഒരു സീറ്റുണ്ട്. ആ സീറ്റാണ് ചൈൽഡ് റിസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ 1.5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കുട്ടികളെ ഈ ഒരു ചൈൽഡ് റിസ്ട്രെയിൻസിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കാറിൻ്റെ സീറ്റിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാറിൻ്റെ സീറ്റിൽ ഇരിക്കണമെങ്കിൽ 12 വയസ്സ് കഴിയണം. ചൈൽഡ് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷനിൽ ആദ്യത്തെ എന്ന് പറയുന്നത് CRS പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ്. ഇതിൽ നോക്കുന്നത് ഈ ഒരു ചൈൽഡ് റിസ്ട്രെയിൻസ് കാരണത്തൊക്കെ നിർത്ത് കുട്ടികളുടെ മൂവ്മെൻ്റ് ആണ്. ചെസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കും, അതേപോലെ നെക്കിൻ്റെ, ഹെഡിൻ്റെ ഈ മൂവ്മെൻറ്റുകളൊക്കെ പരിശോധിക്കും. ഈ മൂവ്മെൻറ്റുകൾ കാറിന് കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റുകൾ എങ്ങനെയാണ് കാറ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഈ ഒരു ആദ്യത്തെ ആ ഒരു ടെസ്റ്റിൽ നോക്കുന്നത്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് വെഹിക്കിൾ പ്രൊവിഷൻ എന്ന് പറയുന്ന ടെസ്റ്റാണ്. അതായത് ചൈൽഡ് റിസ്ട്രെയിൻസ് പല ബ്രാൻഡിൻ്റെ കാണും. എല്ലാ ബ്രാൻഡിൻ്റെയും നമ്മുടെ കാറിൽ ഫിറ്റ് ആകണം. അതിനുവേണ്ടി കാറിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഫിറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇതിന് പറയുന്ന പേര് ഐസോഫിക്സ് എന്നാണ്. അതായത് കാറുകളിലെ ഐസോഫിക്സും ആ ഒരു ഫിറ്റ് ചെയ്യുന്ന ഭാഗമൊക്കെയാണ് ഈ ഒരു രണ്ടാമത്തെ ടെസ്റ്റിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഏറ്റവും അവസാനത്തെ മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് CRS ഇൻസ്റ്റലേഷൻ ചെക്ക് എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഇതിൽ നോക്കുന്നത് നമുക്ക് ആ ഒരു ചൈൽഡ് റിസ്ട്രെയിൻസ് കാറിൽ എളുപ്പം വയ്ക്കാൻ പറ്റുന്നുണ്ടോ, എളുപ്പം റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത് വയ്ക്കാൻ നേരത്തെ നമ്മുടെ സീറ്റ് ബെൽറ്റിന്റെ പൊസിഷൻ എങ്ങനെയാണ്, അതേപോലത്തെ കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ ടെസ്റ്റിൽ നോക്കുന്നത്. സോ അപ്പോൾ 2 ഘട്ടങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് മുതിർന്നവർക്ക് വേണ്ടിയുള്ളതാണ്, രണ്ടാമത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതും. അപ്പം ഇനി വരാൻ പോകുന്നത് റോഡിലൂടെ നടന്നു പോകുന്ന പെഡസ്ട്രിയൻസിനും അതേപോലെ തന്നെ സൈക്കിൾ ഇടുന്നവർക്കും ബൈക്ക് ഓടിക്കുന്നവർക്ക് വേണ്ടിയുള്ള ടെസ്റ്റാണ് ഇനി വരാൻ പോകുന്നത്. ഈ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വൾണറബിൾ റോഡ് യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ്.
ഇതിൽ വരുന്ന ആദ്യത്തെ ടെസ്റ്റ് ഹെഡ് ഇമ്പാക്ട് ടെസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ വണ്ടി പോയി ആരെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർ തെറിച്ച് നമ്മുടെ ബോണറ്റിൻ്റെ പുറത്തേക്ക് വന്ന് വീഴും. അപ്പോൾ നമ്മുടെ ബോണറ്റ് ഈ ഒരു ആഘാതത്തെ എങ്ങനെ അബ്സോർബ് ചെയ്യും എന്ന് നോക്കുന്നതാണ് ആദ്യത്തെ ഈ ഒരു ഹെഡ് ഇമ്പാക്ട് ടെസ്റ്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് അപ്പർ ലെഗ് ഇമ്പാക്റ്റും ലോവർ ലെഗ് ഇമ്പാക്റ്റും ആണ്. അതായത് നമ്മുടെ കാറ് പോയി നടന്നു പോകുന്ന ആരെങ്കിലും ഇടിക്കുകയാണെങ്കിൽ ആദ്യമേ അവർക്ക് ഇടി കിട്ടുന്നത് അവരുടെ കാലിലായിരിക്കും. അപ്പോൾ നമ്മുടെ കാറ് ഈ ഒരു ആഘാതത്തെ എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു എന്ന് നോക്കുന്നതാണ്. അത് അപ്പർ ലെഗിൻ്റെ ഉണ്ട്, ലോവർ ലെഗിൻ്റെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കാറുകളുടെ ഫ്രണ്ട് ഭാഗം ഫൈബർ പാർട്ടും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോഴേ നമുക്ക് ആ ഒരു ആഘാതം അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലരൊക്കെ പറയാറുണ്ട് കാറ് ചെറിയൊരു ആക്സിഡന്റ് ആയപ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ലപോലെ പൊളിഞ്ഞു പോയി, കാറിന് സേഫ്റ്റി ഇല്ല, ബിൽഡ് ക്വാളിറ്റി ഇല്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ പൊളിഞ്ഞു പോകുന്നത് ഇതുപോലെ സേഫ്റ്റി കൊടുക്കാൻ വേണ്ടിയായിരിക്കും, അതായത് പെഡസ്ട്രിയന് സേഫ്റ്റി കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട് ഭാഗം പൊളിഞ്ഞു പോകുന്നത്. വൾണറബിൾ റോഡ് യൂസേഴ്സ് എന്ന ഈ ഒരു മൂന്നാമത്തെ ഘട്ടത്തിൽ അവസാനമായിട്ട് വരുന്ന ടെസ്റ്റ് AEB പെഡസ്ട്രിയനും AEB സൈക്ലിസ്റ്റും ആണ്. അതായത് നമ്മുടെ യൂറോപ്യൻ കാറുകളിൽ ഒട്ടുമിക്ക കാറുകളിലും ഓട്ടോനോമസ് ബ്രേക്ക് ഉണ്ട്, അതായത് കാർ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്തോളും. അപ്പം അപ്രതീക്ഷിതമായിട്ട് ഒരാൾ റോഡ് ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടി വീഴുക ചെയ്യുകയാണെങ്കിൽ വണ്ടി അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നു എന്ന് നോക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സൈക്ലിസ്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, പുള്ളി പെട്ടെന്ന് സൈക്കിൾ റോഡിന് വട്ടം വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ഈ ടെസ്റ്റിൽ നോക്കുന്നത്. 40 km/h ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. വൾണറബിൾ റോഡ് യൂസേഴ്സ് കഴിയുകയാണെങ്കിൽ നാലാമത്തതും ഏറ്റവും അവസാനത്തെ ഘട്ടവുമായ സേഫ്റ്റി അസിസ്റ്റ് ആവും. സേഫ്റ്റി അസിസ്റ്റിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഇന്ത്യയിൽ കേട്ടിട്ട് പോലും കാണത്തില്ല. നമ്മുടെ ഇന്ത്യയിൽ ലക്ഷറി കാറുകളിൽ മാത്രം കാണുന്ന ഫീച്ചേഴ്സാണ് ഈ ഒരു സേഫ്റ്റി അസിസ്റ്റിൽ പറയുന്ന പല കാര്യങ്ങളും. പക്ഷേ യൂറോപ്പിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാറുകളിലും കോമൺ ആണ്. സേഫ്റ്റി അസിസ്റ്റിലെ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് AEB കാർ ടു കാർ ആണ്. അതായത് ഇതിൽ പറയുന്നത് ഓട്ടോണോമസ് ബ്രേക്കിങ്ങിനെ കുറിച്ചാണ്, കാർ തന്നെ ബ്രേക്ക് പിടിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു കാർ നിർത്തി കിടപ്പുണ്ട്, നമ്മളത് കണ്ടില്ല, അപ്പോൾ കാർ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് പിടിച്ചോളും. അതേപോലെ നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക നേരത്ത് നമ്മുടെ ഫ്രണ്ടിലും ഒരു വണ്ടി നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് ആ വണ്ടി ബ്രേക്ക് ചെയ്തു, നമ്മൾ കണ്ടില്ല, കാർ തന്നെ ബ്രേക്ക് പിടിച്ചോളും. ഈ കാര്യങ്ങളൊക്കെയാണ് AEB കാർ ടു കാറിൽ നോക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കാറിലെ ഓട്ടോണോമസ് ബ്രേക്കിൻ്റെ ക്ഷമത നോക്കുന്ന ടെസ്റ്റാണ് ഈ ഒരു AEB കാർ ടു കാർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പല കാറുകളിലും ഓട്ടോണോമസ് ബ്രേക്ക് ഒരു ലക്ഷറി ഫീച്ചേഴ്സ് പോലെ കൊടുക്കുന്നത്. ലക്ഷറി കാറുകളിൽ ഇതുപോലത്തെ ഓട്ടോണോമസ് ബ്രേക്കിങ്ങും അഡാസ് ഫീച്ചേഴ്സും അതേപോലത്തെ കാര്യങ്ങളെ കാണാൻ കഴിയത്തുള്ളൂ. പക്ഷേ യൂറോപ്പിൽ ഇത് വളരെ കോമൺ ആണ്. ട്രക്കുകളിലും ബസ്സുകളിലും വരെ അവിടെ ഓട്ടോണോമസ് ബ്രേക്കിംഗ് ഉണ്ട്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒക്യുപ്പൻറ്റ് സ്റ്റാറ്റസ് മോണിറ്ററിംഗ് ടെസ്റ്റ് ആണ്. ഇതിൽ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കാറിൽ നമ്മളിപ്പം അശ്രദ്ധമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വഴിക്ക് ഉറങ്ങിപ്പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം യൂറോപ്യൻ കാറുകൾ നമ്മളെ അലേർട്ട് ചെയ്യാറുണ്ട്. അതായത് സീറ്റ് ബെൽറ്റിൻ്റെ അലേർട്ട് ഉണ്ട്, ഇപ്പം ഓവർ സ്പീഡിൻ്റെ അലേർട്ട് ഉണ്ട്. നമ്മൾ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ കാർ നമ്മളെ അലേർട്ട് ചെയ്യും. ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ ഒരു ടെസ്റ്റിൽ. സേഫ്റ്റി അസിസ്റ്റിൽ മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്പീഡ് അസിസ്റ്റൻസ് സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോകുന്നിടത്ത് അവിടുത്തെ സ്പീഡ് ലിമിറ്റ് 30 ആണ്. നമ്മൾ അതിന് മേലെയാണ് പോകണമെങ്കിൽ കാർ നമ്മളെ അലേർട്ട് ചെയ്യും. നമ്മുടെ ഡാഷ്ബോർഡിൽ കാണിക്കും ഇവിടുത്തെ സ്പീഡ് 30 ആണെന്ന് കാണിക്കും. അതേപോലെ നമ്മൾ ഓവർ സ്പീഡിൽ പോവുകയാണെങ്കിൽ അപ്പോഴും നമ്മളെ കാർ അലേർട്ട് ചെയ്യും. ഇതേപോലത്തെ അലേർട്ടുകളൊക്കെ കാർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നാണ് ഈ ഒരു ടെസ്റ്റിൽ നോക്കുന്നത്. നാലാമത്തെന്ന് പറയുന്നത് ലൈൻ സപ്പോർട്ടാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിലെയും പല കാറുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വില കുറഞ്ഞ കാറുകളിലും ഈ ഒരു സംഭവമുള്ളതാണ്. നമ്മളിപ്പം ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ കാർ നമ്മളെ വാൺ ചെയ്യും, നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേറ്റർ ഇടും. അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലൈൻ സപ്പോർട്ടിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മളറിയാണ്ട് കാറിൻ്റെ ലൈൻ മാറുകയാണെങ്കിൽ കാർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ആ ഒരു ലൈനിൽ കീപ്പ് ചെയ്യും. ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ ഒരു ലൈൻ സപ്പോർട്ട്. സേഫ്റ്റി അസിസ്റ്റിൽ അഞ്ചാമത്തെ ഏറ്റവും അവസാനത്തെ ടെസ്റ്റാണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളിൻ്റെ. ഇതിനകത്ത് കാറ് 80 km/h ഓടിക്കും. അതിൻ്റെ ഒറ്റയടിക്ക് 270 ഡിഗ്രിയിലെ കാറ് വെട്ടിക്കും. അപ്പോൾ ഇങ്ങനെ വെട്ടിക്കാൻ നേരത്തെ കാറ് മറിയോ, കാറ് സ്റ്റേബിളായിട്ട് നിൽക്കുമോ, അത് നോക്കുന്നതാണ് ഈ ഒരു സ്റ്റെബിലിറ്റി കൺട്രോൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും സ്പീഡിൽ വന്നിട്ട് ഇങ്ങനെ തിരിക്കാൻ നേരത്തെ കാറ് സ്റ്റേബിളായിട്ട് നിന്നാൽ മാത്രമേ ഈ ഒരു ടെസ്റ്റിൽ പാസ്സാകത്തുള്ളൂ. നിലവിൽ 2022 നമ്മുടെ ഗ്ലോബൽ എൻഗ്യാപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ലഭിച്ച സേഫസ്റ്റ് കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ ടെസ്ലയുടെ മോഡൽ Y ആണ്. രണ്ടാമത് നിൽക്കുന്നത് ലെക്സസിൻ്റെ NX ആണ്. മൂന്നാമത് നിൽക്കുന്നത് മേഴ്സഡസിൻ്റെ EQE ആണ്. നാലാമത് നിൽക്കുന്നത് ഒരു ചൈനീസ് വണ്ടിയാണ്, കോഫി സീറോ എന്ന് പറയുന്ന ചൈനീസ് വണ്ടിയാണ്. അഞ്ചാമത് നിൽക്കുന്നത് നമ്മുടെ മേഴ്സഡസിൻ്റെ C ക്ലാസ് ആണ്. നമ്മുടെ ഇന്ത്യയിലും ഗ്ലോബൽ എൻഗ്യാപ്പിലും 5 സ്റ്റാർ റേറ്റിംഗ് നേടിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയത് 10 ലക്ഷത്തിന് ഇടയിൽ കിട്ടുന്ന ഒരുപാട് കാറുകളുണ്ട്. നമ്മുടെ പോളോ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു വണ്ടിയായിരുന്നു. അതേപോലെ തന്നെ സ്കോഡ റാപ്പിഡിന് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നു. ഹോണ്ട ജാസിനും 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുസുക്കിയുടെ എസ് ക്രോസിൻ്റെ യൂറോപ്യൻ വേർഷനും 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ MG ZS-EVയുടെ യൂറോപ്യൻ വേർഷനും 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ പപ്പടമെന്നും സേഫ്റ്റിനും എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട്. അതായത് നമ്മുടെ സ്വിഫ്റ്റിനും ബലേനയ്ക്കൊക്കെ ഗ്ലോബൽ എൻഗ്യാപ്പിൽ 3 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്.
ഈ പറഞ്ഞ വണ്ടികളെല്ലാം തന്നെ യൂറോപ്യൻ വേർഷനാണ്. ഇന്ത്യൻ വേർഷൻ നിർമ്മിക്കാൻ നേരത്ത് അവർ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യൻ വേർഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. സോ അപ്പം ഇത്രയും ഹാർഡായി ടെസ്റ്റ് ആക്കി കഴിഞ്ഞാണ് യൂറോപ്പിൽ ഓരോ കാറുകളും റോഡിൽ ഇറങ്ങുന്നത്. ഇനി ആ റോഡാണെങ്കിൽ ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകളാണ് യൂറോപ്പിൽ എമ്പാടും ഉള്ളത്. കുഴിയും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി വീതിയുള്ള റോഡുകളാണ് യൂറോപ്പ് മുഴുവനുള്ളത്. ഇനി വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ റോഡിലെ എല്ലാ മര്യാദകളും പാലിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ച് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആളുകളുമാണ് യൂറോപ്പിലുള്ളത്. പക്ഷേ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പ് എങ്ങനെ ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ ക്രാഷ് ടെസ്റ്റ് ചെയ്ത കാറുകൾ റോഡിലേക്ക് വരുന്നത് ഇന്ത്യയിലെ റോഡുകളിലേക്കാണ്. അതായത് കുണ്ടും കുഴിയുള്ള എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഇന്ത്യൻ റോഡുകളിലേക്ക്. പട്ടി വട്ടം ചാടുന്ന, പശു വട്ടം ചാടുന്ന, ഓട്ടോക്കാർ ഇൻഡിക്കേറ്റർ ഉലുക വളയ്ക്കുന്ന, KSRTC ബസ്സുകൾ ജീവനെടുക്കാൻ വേണ്ടി വരുന്ന ഈ റോഡുകളിലേക്കാണ് നമ്മൾ ഈ വണ്ടികളെ കൊണ്ട് ഇറങ്ങുന്നത്. പിന്നെ ഇന്ത്യക്കാരുടെ ഡ്രൈവിംഗ് മര്യാദയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.